മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിനെതിരെ EK വിഭാഗം സുന്നി നേതൃത്വം. കാന്തപുരത്തിന് നൽകിയ പിന്തുണ രാഷ്ട്രീയ തന്ത്രം മാത്രമാണെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ലീഗ് നയത്തിനെതിരെ പരസ്യ പ്രഖ്യാപനം നടത്തിയ സലാമിനെതിരെ മുസ്ലിം ലീഗിലും പ്രതിഷേധം. കാന്തപുരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി EK വിഭാഗം സുന്നി നേതൃത്വം. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന ശൈലിയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് MEG-7 തർക്കത്തിൽ കാന്തപുരത്തിന് പിന്തുണച്ചുകൊണ്ട് സലാം രംഗത്ത് വന്നത്. തികച്ചും സ്ത്രീവിരുദ്ധ നിലപാടാണ് കാന്തപുരം കൈക്കൊണ്ടതെന്ന വികാരമാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ബഹുഭൂരിപക്ഷത്തിനുമുള്ളത്. ഈ സാഹചര്യത്തിലാണ് പാർട്ടിയിൽ ചർച്ച പോലും ചെയ്യാതെ സലാം CPM-നെ എതിർത്തും കാന്തപുരത്തെ പിന്തുണച്ചും രംഗത്ത് വന്നത്. സലാം നടത്തിയത് രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണെന്നും അതിൽ തെല്ലുപോലും ആത്മാർത്ഥതയില്ലെന്നുമാണ് ജിഫ്രി തങ്ങൾ തുറന്നടിച്ചത്. മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് മതപണ്ഡിതരാണെന്നും അതിൽ രാഷ്ട്രീയ നേതാക്കൾ ഇടപെടേണ്ടതില്ലെന്നുമാണ് PMA സലാം പരസ്യ പ്രഖ്യാപനം നടത്തിയത്. CPM നേതൃത്വത്തിനെതിരെ നടത്തിയ അതേ പ്രഖ്യാപനം തന്നെയാണ് സലാമിന് ഇപ്പോൾ തിരിച്ചടിയായി മാറിയത്. മുസ്ലിം ലീഗിന് ആത്മീയ പിന്തുണ നൽകിയിരുന്ന EK വിഭാഗം സമസ്തയിലെ മതപണ്ഡിതരെ നിരന്തരം അധിക്ഷേപിക്കുന്ന PMA സലാമിന്റെ നിലപാടുകളാണ് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള തർക്കങ്ങൾ രൂക്ഷമാക്കിയത്. ജിഫ്രി തങ്ങൾ അടക്കമുള്ള മതപണ്ഡിതരെ നിശിതമായി വിമർശിച്ചിരുന്ന PMA സലാമാണിപ്പോൾ മതപണ്ഡിതരെ വാഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. കാന്തപുരത്തിന് വേണ്ടി പറയുമ്പോൾ ഒരു വാദം, ജിഫ്രി തങ്ങളുടെ കാര്യം പറയുമ്പോൾ മറ്റൊരു വാദം. ഈ വിധം നയങ്ങളാണ് സലാം പയറ്റുന്നതെന്നാണ് സമസ്തയ്ക്കുള്ളിൽ ഉയരുന്ന പ്രധാന വികാരം. സമസ്ത അണികളുടെ മനോഭാവം തിരിച്ചറിഞ്ഞ് തന്നെയാണ് സലാമിന്റെ വാദങ്ങളിലെ ഇരട്ടത്താപ്പുകൾക്കെതിരെ ജിഫ്രി തങ്ങൾ തുറന്നടിച്ചത്. ഈ വിഷയത്തിൽ ജിഫ്രി തങ്ങൾ നടത്തിയ പ്രസ്താവന ഈ വിധത്തിലായിരുന്നു: കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സ്ത്രീകളെ സംബന്ധിച്ച മതവിധിയെ ചിലർ പിന്തുണച്ചുവെന്ന് പറയുന്നു. എന്നാൽ പിന്തുണച്ചാൽ പോരാ, നടപ്പിൽ വരുത്താൻ ശ്രമിക്കണം. മതവിധി പണ്ഡിതന്മാർ പറയുമ്പോൾ കൊഞ്ഞനം കാട്ടുകയല്ല വേണ്ടത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പല മതവിധികളും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം മതവിധികളെ പരിഹസിക്കുകയും എതിർക്കുകയും ചെയ്യുന്നവർ ചില മതവിധികളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എതിർ രാഷ്ട്രീയ പാർട്ടികളെ എതിർക്കാൻ വേണ്ടി മാത്രമാണ്. ഈ വിധത്തിൽ ജിഫ്രി തങ്ങൾ നടത്തിയ പ്രതികരണം PMA സലാമിനെ പോലെയുള്ള ചില ലീഗ് നേതാക്കൾക്ക് കനത്ത ആഘാതമായി മാറിയിട്ടുണ്ട്. കാരണം CIC വിഷയത്തിലും സമസ്ത മുഖപത്രം സുപ്രഭാതത്തിനെതിരായ പരസ്യ വിഷയത്തിലും പട്ടിക്കാട് ജാമിയ നൂരിയ തർക്കങ്ങളിലുമൊക്കെ സമസ്തയിലെ മതപണ്ഡിതരെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്ന PMA സലാം എതിർചേരിയിലെ മതപണ്ഡിതരുടെ ആത്മീയ സ്വാതന്ത്ര്യത്തിന് പിന്തുണയുമായി വരുന്നത് തികഞ്ഞ കാപട്യമാണെന്നാണ് ജിഫ്രി തങ്ങൾ തന്റെ പ്രസ്താവനയിലൂടെ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. ഇത് ലീഗിലെ സലാം ചേരിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം കാന്തപുരം വിഭാഗവുമായുള്ള തർക്കം കൂടുതൽ കത്തിപ്പടരാതെ രമ്യമായി പരിഹരിക്കാനുള്ള നീക്കമാണ് CPM നേതൃത്വം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആസന്നമായ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കാന്തപുരത്തെ ശത്രുപക്ഷത്ത് നിർത്തുന്നത് തിരിച്ചടികൾക്ക് വഴിയൊരുക്കാനുള്ള സാധ്യത ഇടതു നേതൃത്വം കാണുന്നുമുണ്ട്. കാന്തപുരവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇടതു സഹയാത്രികരും MLA-മാരുമായ PTA റഹീം, KT ജലീൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന KS ഹംസ തുടങ്ങിയ നേതാക്കളെയാണ് കാന്തപുരവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള ദൗത്യം ഇടതുമുന്നണി നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. സലാമിനെ പോലെയുള്ള നേതാക്കൾ AP വിഭാഗവുമായി അടുക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ അണിയറയിൽ ഇവർ സജീവമായി കരുക്കൾ നീക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്.